ഇന്ന് ഞാനൊരു ഗ്രൂപ്പില് ഒരു ക്രിസംഗി ഗ്രൂപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കമന്റ്, അത് ചിരിക്കണോ അത് ഭയക്കണോ എന്ന് അറിഞ്ഞൂടാ. വി ഹാവ് ടു ഡു ഹിരോഷിമൈസേഷൻ ഓഫ് ഇറാൻ. അത് ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ട് എല്ലാവരെയും വംശഹത്യ ചെയ്യണം. ക്രിസംഗികൾക്ക് രണ്ട് മോഹമാണ്. ഒന്ന്, ഒരു തരത്തിൽ പറയും നിങ്ങൾ അറബ് രാഷ്ട്രങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. വേറൊരിടത്ത് നിങ്ങൾക്ക് ഗസയില് മറ്റേ ഒരു മനുഷ്യന്മാരെ മൊത്തം ഇല്ലാണ്ടാക്കുന്നത് അത് അവർക്കത് തീവ്രവാദമായിട്ട് അറിയില്ല. അപ്പോൾ ക്രിസംഗികൾക്ക് എപ്പോഴും എന്താണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം ഒരു ജൂതവിരുദ്ധ മതമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ഉപേക്ഷിക്കണം, ഇസ്ലാം ഒരു തീവ്രവാദി മതമാണ്. ക്രിസംഗികളുടെ അപ്പോസ്തലനായിട്ടുള്ള അമേരിക്ക എപ്പോഴും എല്ലാവരോടും യുദ്ധം ചെയ്തവരായിരുന്നു. അവർ 1971 മുതൽ ഇന്ന് വരെ 2026 വരെ 4.5 കോടി ജനങ്ങളെ പല നാടുകളായിട്ട് യുദ്ധം ചെയ്ത് കൊന്നിട്ടുള്ളവരാണ്. അവരാണ് ഇറാനിൽ നിങ്ങൾക്ക് ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ആനയാണ് ചേനയാണെന്ന് പറയുന്നത്. ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിച്ചിട്ട് അവിടെ ഒരു ഏകാധിപതിനെ കൊണ്ടുണ്ടാക്കിയതിന്റെ വെച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത്. ഓക്കെ, വാട്ട് എവർ, ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഹിസ്റ്ററി എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് വേറൊരു രൂപത്തിൽ. ഈ യുദ്ധം ഇതൊരു കണ്ടിന്യൂവേഷനാണ്. കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി ഇറാൻ ഒരു ഇറാഖ് പോലെയല്ല, അവർക്ക് അതിൻ്റെ അടുത്ത് അത്യാവശ്യം മരുന്നുണ്ട്, അതുകൊണ്ട് അവർ തിരിച്ചടിക്കാം. കൂടുതൽ മെച്ചപ്പെട്ട ആയുധങ്ങളായിട്ട് മുസ്ലിങ്ങളുടെ വിശുദ്ധ മാസമായിട്ടുള്ള റംസാനിൽ അവരുടെ നേതാവിനെ കൊന്നുകളഞ്ഞു. ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നാഥനില്ലാത്ത പട നായിപ്പടാന്ന്. മുമ്പ് ഇറാനുമായിട്ട് ഒരു നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു. ഇപ്പൊ നേതാവ് ഇങ്ങനെ പതുക്കെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും, അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഇത് അവരുടെ ജീവന്റെ പ്രശ്നമാണ്, ജീവിത പ്രശ്നമല്ല. ജീവിത പ്രശ്നമാണ് ഒരിടത്ത് പറയുകയാണെങ്കിൽ ഇത് ജീവന്റെ പ്രശ്നമാണ്. അപ്പൊ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവര് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മെച്ചപ്പെട്ട ആയുധങ്ങളുമായിട്ട് ജൂതന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവർ യുദ്ധത്തിന് വന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട് അമേരിക്ക എന്ന വാക്കിന് പകരം ക്രിസ്ത്യാനി എന്ന് ഉപയോഗിച്ചു? കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം ഈസ് എ വെപ്പൺ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഡൊണാൾഡ് ട്രംപ് എല്ലാവരും ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്ന, ഒരു തോളിൽ തൊട്ട് സത്യപ്രതിജ്ഞ, സൂപ്പർമാൻ സ്റ്റൈൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു വീഡിയോ. ഇതേ സാധനം തന്നെ ഒരു ഇറാനിയൻ ഗവൺമെന്റ് എൻ്റെ പട്ടാളക്കാർ കൈ നീട്ടിയിട്ട് ബയ്യത്ത് ചെയ്യുക, അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അത് തീവ്രവാദം. നീ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയുമ്പോൾ അത് നല്ലതും, ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് ചീത്തയാകുന്ന എന്താണ്? ഖുറാനിൽ എത്ര ജൂതവിരോധമുണ്ടോ അതിൽ കൂടുതൽ ബഹുദൈവ ആരാധകരോടുള്ള വിരോധം ബൈബിളിലുമുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ജനതയെ മൊത്തം കൊന്നെടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഈ മൈൻഡ് സെറ്റിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ജസ്റ്റ് കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.